ഞാൻ ഇപ്രാവശ്യം വിഷു കഴിഞ്ഞിട്ട് വളരെ വലിയൊരു കിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു വെറും സമ്മാനമല്ല. നിങ്ങൾക്ക് കിട്ടുന്ന കിറ്റ് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ വിഷു മുതൽ നിങ്ങൾ അടുത്ത വിഷു ആകുമ്പോൾ ജീവിതത്തിനെ തന്നെ മാറ്റാനും സമ്പൽ സമൃദ്ധമായിട്ടും ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മാത്രം മതി. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ തുടങ്ങാം. വളരെ രസമുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു തളർച്ച തോന്നാറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തോന്നുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ആരുടെയെങ്കിലൊക്കെ തോളിൽ നിന്ന് ചായാൻ നോക്കുക എന്നതാണ്. ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും, ആരെങ്കിലും നമുക്ക് നല്ല വഴി കാണിച്ചു തരും എന്ന് പ്രത്യാശിച്ചുകൊണ്ട്. എന്നാൽ സത്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുന്ന ആ നിമിഷം മാത്രമേ നമ്മുടെ വിജയം ആരംഭിക്കുകയുള്ളൂ എന്നാണ്. ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തോന്നിയാലും, അല്ലെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ എതിരായി നിന്നാലും, നമ്മുടെ ഉള്ളിലുള്ള ആ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. അതെ, ആ ആത്മവിശ്വാസത്തേക്കുള്ള യാത്രയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നോക്കൂ, വിജയിച്ച മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. അവർ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുത്തത് ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് എന്നുള്ളത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചവരാണവർ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ നമ്മളെ കാണാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. എന്നാൽ ഈ ലോകം കാണാത്ത നിങ്ങളിലെ ഒരു കരുത്തുണ്ട്. ആ തിരിച്ചറിയൽ പുറത്തുള്ളവരുടെ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. ആ രഹസ്യം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. യെസ്, ഐ ആം റെഡി എന്ന് സെലക്ട് ചെയ്തോളൂ. കൃത്യമായി യെസ് എന്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ്, റെഡി ആണെങ്കിൽ മാത്രം ബാക്കി കാര്യം കേൾക്കുക. നോക്കൂ, ചിലപ്പോ നമുക്ക് തോന്നും സാഹചര്യങ്ങളിലാണ് നമ്മൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നമ്മൾ തളച്ചിട്ടിരിക്കുകയാണ്. കുടുംബം, സാമ്പത്തികാവസ്ഥ, സമൂഹം, ഇതൊക്കെ വലിയ തടസ്സങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മതിലുകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഈ ലോകത്ത് ആരും നിങ്ങളെ തോൽപ്പിക്കാൻ ജനിച്ചവരല്ലെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ അനുവദിക്കാതെ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല എന്നുള്ള സത്യം കൂടിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ വിസ്മയത്തെ തൊട്ടുണർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ വളർത്താൻ ഒരുപാട് പേർ പുറത്തുണ്ടാകാം, നിങ്ങളെ തളർത്താൻ ഒരുപാട് പേർ പുറത്തുണ്ടാകും. പക്ഷെ നിങ്ങളെ വിജയിപ്പിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ലോകം പറയുന്നത് കേൾക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം കേൾക്കാനാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അവിടെയാണ് വിജയത്തിന്റെ തുടക്കം സംഭവിക്കുന്നത്. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളതാണ്. അവർ വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അവരില്ലെങ്കിൽ എനിക്ക് അത് സാധിക്കില്ല, ഇത് സാധിക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും എന്നുള്ള ചിന്തയുണ്ടല്ലോ, അത് നമ്മുടെ ആത്മവീര്യത്തെ കെടുത്തി കളയുമെന്നുള്ളതാണ്, നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ്. താങ്ങായി നിൽക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം എന്താണെന്നറിയോ? അവർക്ക് ഇത് മാത്രമല്ല പണി എന്നുള്ള സത്യം. അന്ന് നിങ്ങൾ വീണു പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ഇപ്പോഴേ പഠിക്കണം. വൈകിപ്പോയി എന്ന് തോന്നണ്ട, ഇനിയും സമയമുണ്ട്. ആശ്രയിക്കുന്നത് നിർത്തുന്നിടത്താണ്
യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുന്നത് എന്ന് തിരിച്ചറിയുക. അപ്പോ മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്താനോ അംഗീകരിക്കാനോ കാത്തു നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെയാണ് സ്വയം അംഗീകരിക്കുന്ന എന്നതിന്റെ യഥാർത്ഥ വശം ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ധൈര്യമായി മുന്നോട്ട് പോകാൻ, അതിലൂടെ ധൈര്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത് നിങ്ങളായിരിക്കുമെന്ന്, അവരവരുടെ മൂല്യം നിശ്ചയിക്കുന്നത് അവരവർ മാത്രമായിരിക്കുമെന്നുള്ളവരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് തിരിച്ചറിയുക. നോക്കൂ, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നിർത്തുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ചോദ്യം വീണ്ടും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ. യെസ് എന്ന് കമന്റ് ചെയ്തോളൂ. നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ട് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ വെറും സമയത്തിന്റെ വിഷയം മാത്രമാണെന്ന് തിരിച്ചറിയുക. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എടുത്താലും, മാസ്റ്റർ മൈൻഡ് സെറ്റ് എടുത്താലും, കീ ടു ഹാപ്പിനെസ് എടുത്താലും, ജേർണി ടു ഹാപ്പിനെസ് എടുത്താലും, ജേർണി ടു സക്സസ് വരെയുള്ള ക്ലാസ്സുകളിലെല്ലാം ഞാൻ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്: മാസ്റ്ററിങ് ദ മൈൻഡ് സെറ്റ്, മനോഭാവത്തെ രൂപപ്പെടുത്തുക. നമ്മുടെ മനസ്സൊരു വിസ്മയം എന്ന പുസ്തകം മുതൽ അതിനുശേഷമുള്ള എല്ലാ പുസ്തകങ്ങളും ഇതിന് തന്നെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഇത് സാധിക്കാത്തവരായി എൻ്റെ മുന്നിലിരിക്കുന്നവരാരുമില്ല എന്നുള്ളതാണ്. ആർക്കാണ് ഇത് സാധിക്കാത്തത്? എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഓരോരുത്തരും അതെ, മാസ്റ്റർ യുവർ മൈൻഡ്. അവനവന്റെ മൈൻഡിനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവൻ അങ്ങനെ ഒരാളുണ്ടോ ഈ ലോകത്ത്? പറ്റില്ല. കാരണം അവനവന്റേതാണ് മനസ്സല്ലേ. മനസ്സ് നമ്മളെ ഭരിക്കുന്നതിന് പകരം നമ്മളാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്നറിയുമ്പോൾ രജനി പറഞ്ഞ പോലെ മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. ഇത്രയും സിമ്പിൾ ആണ്. എന്താ പറ്റാത്തെ? ആർക്കാ പറ്റില്ല? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്? എനിക്ക് എന്റെ മനസ്സിനെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്ത് പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എത്ര പേരുണ്ട് നോക്കട്ടെ. ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ പരാജയം വരുമ്പോ തളരുകയല്ല വേണ്ടത്, അതൊരു പാഠമായി കാണാൻ നമുക്ക് കഴിയണം. എനിക്കിത് സാധിക്കുമെന്ന ഉറച്ച മനോഭാവം വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകരുത് എന്നാണ്. അതിനെ ചവിട്ടുപടികളാക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അപ്പൊ നിങ്ങളും അത് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ആക്ഷനാണ് എടുക്കേണ്ടത്. തുടർച്ചയായ പ്രവൃത്തി. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ എന്താ പറയാ, നമ്മുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, മിറാക്കിൾ മോർണിംഗ് പോലുള്ള പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്സുകളെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ. ഇതൊക്കെ പറയുന്ന മറ്റൊന്നുമല്ല, കൺസിസ്റ്റന്റ് ആക്ഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളോടും ഉള്ള പുസ്തകം 108 ദിവസത്തെ പ്രാക്ടീസുകൾ ഉപയോഗിച്ചത് തന്നെയാണ്. കൺസിസ്റ്റൻസി ആക്ഷൻ ആദ്യം എടുക്കേണ്ടത് കൊണ്ട് 4 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ. അപ്പൊ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ തന്നെ അധ്വാനിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റാർക്കും അത് കൊണ്ടുതരാൻ പറ്റില്ല. ആരും സഹായിക്കാനില്ലെങ്കിലും തളരാതെ മുന്നോട്ട് പോകുന്ന ഒരു കൺസിസ്റ്റൻസി നമുക്കുണ്ടാവണം. അതാണ് പ്രപഞ്ചത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നത് എന്നുള്ളതാ പറയാ. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ തയ്യാറായാൽ വഴി താനേ തെളിഞ്ഞു വരും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോ ഇന്ന് ശനിയാഴ്ചയാണ്, എൻ്റെ മക്കൾ പുറത്ത് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. ഞാൻ അവിടെ അവരെ വിട്ടിട്ട് ഞാൻ ഓടിയെത്തിയത് അവിടെ ഇന്നിപ്പോ ക്ലാസ് എടുക്കാൻ. എനിക്ക് അവിടെ അവരുടെ കൂടെ കറങ്ങി അടിച്ച് ഷോപ്പിംഗ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള വാങ്ങിച്ചിട്ട് അവരെയും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ അവർ ടാക്സി കയറിയിട്ട് ഇങ്ങോട്ട് വരാം. ഞാനത് വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൺസിസ്റ്റൻസിയാണ്. കാരണം നിങ്ങളോട് ഞാൻ നൽകിയ കമ്മിറ്റ്മെന്റ് ആണ് എൻ്റെ ഈ ക്ലാസ് ഈ സമയത്ത് എടുക്കുക. ക്ലാസ് മാറ്റി 1 മിനിറ്റ് പോലും ഞാൻ മാറ്റി. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഈ ക്ലാസിന്റെ സമയം, രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ടത്തെ സമയം ഞാൻ മാറ്റാറില്ല. ഇത് എന്നോട് തന്നെയുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്നോട് തന്നെയുള്ള കോമ്പറ്റീഷനാണ് ഞാൻ. ഏത് സന്ദർഭങ്ങളിലും നമ്മളത് ചെയ്യും എന്നുള്ള ഒരു കൃത്യമായ ഇതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ ആർക്കും പറ്റും. പറ്റാത്തതായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും സാധിക്കും. കാരണം അത് അവനവന്റെ സിസ്റ്റമാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനുള്ള സിസ്റ്റംസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് പറയാനുള്ള പ്രധാനമായ ഒരു കാര്യം, ഞാൻ ഇവിടെയൊക്കെ വിഷു ഒക്കെ ആവുമല്ലേ അല്ലെ? അപ്പൊ വിഷുവിന്റെ ഒരു ഓഫറും കൂടി നിങ്ങൾക്ക് നൽകാൻ പോവാണ്. ഒരു
വിഷു കൈനീട്ടം നൽകിയാലോ എന്ന് ആലോചിച്ചു. ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാം കൂടി ആലോചിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷു കൈനീട്ടം നൽകിയാൽ. അപ്പൊ വിഷു കൈനീട്ടം നൽകുമ്പോൾ നിങ്ങൾ വിഷു കണി കാണാൻ വരണ്ടേ? എന്നാൽ മാത്രമല്ലേ കൈനീട്ടം നൽകാൻ പറ്റുള്ളൂ. വിഷു കൈനീട്ടം വിഷു കാണാൻ വേണ്ടി വരുന്ന വിഷു കൈനീട്ടം ഏതായാലും ഈ മാസം നമ്മള് വിഷു 15-ാം തീയതിയാണ്. 15-ാം തീയതി നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. അപ്പോൾ ആ വിഷു കണി കാണാൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വിഷു കൈനീട്ടം ഒരു കിറ്റായിട്ട് ഞാൻ തരാൻ പോവുകയാണ്. പക്ഷേ വെറുതെ തരാൻ പറ്റില്ലല്ലോ നമുക്കല്ലേ? വെറുതെ എത്തിച്ചേരാൻ പറ്റും കിറ്റ് എല്ലാവർക്കും കാണുമ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ചെറിയൊരു കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുവിന്റെ അന്ന് തന്നെ ഞാനിവിടെ പ്രഖ്യാപിക്കും ആർക്കൊക്കെയാണ് വിഷു കൈനീട്ടം നിൽക്കുക. അവരെ ലൈവിലെടുക്കും, സംസാരിക്കും, അവരെ സ്ക്രീനിൽ കാണിക്കും, യൂട്യൂബിൽ കാണിക്കും. ആർക്ക് വേണ്ടി സ്പെഷ്യൽ എന്താ പറയാ ഒരു വിഷു ബാനറൊക്കെ ഇറക്കി പോസ്റ്ററൊക്കെ ഇറക്കി നമ്മൾ എല്ലാവർക്കും അറിയിക്കും നമ്മൾ ആരൊക്കെയാണ് വിഷു കൈനീട്ടത്തിന് അർഹരായവർ. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. വളരെ ലളിതമായ കാര്യമാണ്. നമ്മുടെ 2 മെമ്പർഷിപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പും പ്രീമിയം മെമ്പർഷിപ്പും. ഇതിലേതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുക. വിഷുവിന് മുമ്പ് 14-ാം തീയതിക്ക് മുമ്പേ മെമ്പർഷിപ്പ് എടുക്കുക. എന്നിട്ട് മെമ്പർഷിപ്പിൽ അംഗമായി മാറുക. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലെടുത്ത എല്ലാവർക്കും ഞാൻ വിഷു കൈനീട്ടാക്കുന്നു. ഞാൻ ഇപ്രാവശ്യം വിഷു കൈനീട്ടം വളരെ വലിയൊരു കിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതില് ഒരു ഹാപ്പിനെസ് മാസ്റ്ററുടെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് നിങ്ങൾക്ക് എവിടെ വേണം കൊണ്ടുപോകാം. പൈസ വെക്കാനോ ആ ബാഗിനകത്ത് പൈസ വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുസ്തകം വെക്കാൻ പുസ്തകം വെക്കാൻ പറ്റും, മൊബൈൽ വെക്കാൻ പറ്റും, ചാർജർ വെക്കാൻ പറ്റും. അതൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ വെൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാഗ് ഹാപ്പിനെസ് മാസ്റ്ററുടെ വിഷയം. നല്ല എക്സ്പെൻസീവ് ബാഗാണ്, ലെതറാണ് ബാഗ്. അത് ഞാൻ കൊല്ലം പ്രോഗ്രാം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കൊല്ലത്ത് കൊണ്ടുവരാൻ നമുക്ക് റെഡിയായില്ല. നെക്സ്റ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അത് കൊടുക്കും. അതുപോലെ തന്നെ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് പുസ്തകം വേണ്ടത്. 2 പുസ്തകം. അതുപോലെ തന്നെ എനർജി ഹീൽ ചെയ്യുന്ന എനർജിയുടെ സാധനം, ബ്രേസ്ലെറ്റ് ആണോ പിരമിഡ് ആണോ എന്താണെന്ന് വെച്ചാൽ അത് സാധനം. അതുപോലെ തന്നെ ഒരു ഡബിൾ മുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതൊക്കെ പോസ്റ്റ് വഴി അയച്ചു തരുന്നതൊക്കെ ആർക്കൊക്കെ കിട്ടുന്നത്. ഇത്രയും വലിയ കിറ്റാണ് ഇപ്രാവശ്യം വിഷുവിന് ഗീവ് അവേ ആക്കി കൊടുക്കുന്നത്. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും ഉടനെ തന്നെ ഈ മെമ്പർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോന്റെ കൂടെ ഇടുന്നുണ്ടാവും. അത് നോക്കുക. എന്നിട്ട് അഡ്മിനെ വിളിക്കുക. പേയ്മെന്റ് ചെയ്തോളുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് സമ്മാനം മേടിക്കുക. അല്ലെ? ഇങ്ങനെയല്ലേ നമുക്കൊരു സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു വെറും സമ്മാനമല്ല. നിങ്ങൾക്ക് കിട്ടുന്ന കിറ്റ് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ വിഷു മുതൽ നിങ്ങൾ അടുത്ത വിഷു ആകുമ്പോൾ ജീവിതത്തിനെ തന്നെ മാറ്റാനും സമ്പൽ സമൃദ്ധമായിട്ടും ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മാത്രം മതി. അതാണ് വളരെ കൃത്യമായി പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഇന്നിപ്പോ തന്നെ ജോയിൻ ചെയ്തേക്കുക. രണ്ട് മെമ്പർഷിപ്പാണ്. നിങ്ങൾക്ക് ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുന്ന ലൈഫ് എടുക്കാം. 3ാമത്തെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സാധാരണക്കാരനെ വെച്ചാൽ സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പും പിന്നെ പ്രീമിയം മെമ്പർഷിപ്പും ഏതാന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. വെൽത്ത് മാസ്റ്ററിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ പിന്നെ നോക്കി പറയാം. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമ്മള് ഈ പറഞ്ഞത് ഇത്രയാണ് അല്ലേ? നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരം രീതിയിൽ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, എന്ത് ആഗ്രഹിക്കുന്നു വെച്ചാൽ. അപ്പൊ മനസ്സിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ അതിലൂടെ മാത്രമാണ് ജീവിതം മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട്. അപ്പൊ അതിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷു കൈനീട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞത്. അപ്പോ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു രക്ഷകനെ തേടി നടക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ ആരോടും പറയണം, എൻ്റെ വിഷമങ്ങൾ ആരോടും പറയണം, എൻ്റെ ദുരിതത്തിൽ നിന്നൊക്കെ എനിക്ക് കരകയറണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിച്ച് നടക്കുന്നത്. അവർക്കുള്ള ഒരു വേദിയാണ് ഈ ഹാപ്പിനെസ് മാസ്റ്ററി. ഞാനിവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. പക്ഷെ ഈ ഹാപ്പിനെസ് മാസ്റ്ററിൽ ഞാൻ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ സാധനത്തിലേക്ക് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മുഖം നോക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ തുടങ്ങിയിരിക്കും. ഇതാണ് ഹാപ്പിനെസ് മാസ്റ്ററിയിലുള്ള ഒരേ ഒരു സാധനത്തിന് പേര്. അതിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? ഞാൻ ഇവിടെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് അതിലേക്ക് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആഹാ ഇത് ആളാണല്ലോ, ഇന്ന ആളാണല്ലോ എന്ന് മനസ്സിലാവും. ആ മനസ്സിലാവലൂടെ നിങ്ങൾ പിന്നെ ഞാനിപ്പോ പറഞ്ഞ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക. ആ സാധനത്തിന്റെ പേരെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ. അപ്പോ ഇവിടെയാണ് ആ സംഭവത്തിൽ അവിടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല,
ഞാനും നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഹാപ്പിനെസ് മാസ്റ്ററിയിലുണ്ട്. ആ കണ്ടുപിടിച്ച് ആ സംഭവമാണ് നിങ്ങളെ മാറ്റപ്പെടുത്തുന്നത്. യെസ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ഇതാണ് എൻ്റെ സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ കഴിവ്. കണ്ണാടി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റും. അയാൾ പറയും, നീ ഒറ്റക്കല്ലല്ലോ, ഞാൻ കൂടെയുണ്ടല്ലോ എന്ന് പറയും. നിങ്ങൾക്ക് താങ്ങായും തണലായും കരുത്തായും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം ഇവിടെ പ്രതിഷ്ഠ മറ്റൊന്നുമല്ല, കണ്ണാടി മാത്രമാണ് എന്നുള്ള. ഇവിടെയാണ് നമ്മുടെ തുടക്കം ഉണ്ടാവുന്ന മാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ മുഖത്തോട് നിങ്ങൾ ഒന്ന് പറയുക, നീ ഒറ്റക്കല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന്. ആ ഉറപ്പ് മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. വിജയിക്കാൻ മറ്റാരുടെയും അനുവാദം നിങ്ങൾക്ക് ആവശ്യമില്ലെന്നും, ധൈര്യമായി മുന്നോട്ട് പോകുക എന്നും, സമാധാനമായി ഇരിക്കുക എന്നും, അപ്പോൾ മാത്രമാണ് വിജയം നിങ്ങളുടേതെന്ന് മനസ്സിലാക്കുക. ഇത്രയും ഒരു ചെറിയൊരു കഥ പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാം. അത് ഇത്രയേ ഉള്ളൂ. നോക്കൂ, നിങ്ങൾ ആടുകളെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ആടുകൾ എപ്പോഴും കൂട്ടമായിട്ടാണ് നടന്നു പോകാറുള്ളത്. പക്ഷെ സിംഹം ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. ഇത്രയും വലിയ കൂട്ടം ആട്ടിൻ കൂട്ടമുണ്ടെങ്കിലും സിംഹം അതിൽ ഒറ്റപ്പിടുത്തത്തിന് ഒരു ആടിനെയും കൊണ്ടുപോകും അല്ലെ? അപ്പൊ ആരാണ് കരുത്തൻ? ഒറ്റയ്ക്ക് പോകുന്നവനാണോ കൂട്ടമായി പോകുന്നവനാണോ? ഒരാടിനെ കൂട്ടത്തിൽ നിന്ന് സിംഹം പിടിച്ചാൽ ഒരാട് പോലും കൂടെ നിൽക്കത്തില്ല, എല്ലാം ഓടി ഒളിക്കും. അപ്പൊ വിജയിക്കാൻ നിങ്ങൾക്കൊരു സൈന്യത്തിന്റെ അകമ്പടിയൊന്നും വേണ്ട, ഒരു കൂട്ടം ആൾക്കാരൊന്നും വേണ്ട. ലക്ഷ്യം, സിംഹം നോക്കുന്നത് പോലുള്ള ഒരു ലക്ഷ്യവും അത് നേടാൻ സാധിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യവും മാത്രം മതി. നിശബ്ദമായി അധ്വാനിക്കുക. നിങ്ങളുടെ വിജയം ലോകം മുഴുവൻ ശബ്ദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. See you next time with another video. Thank you very much.